മോഡേണൈസേഷൻ ഗവൺമെൻറ് പ്രോഗ്രാം MGP എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇടം നൽകി. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഫാക്കൽറ്റി ആയിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യാനിടയത്. അതായത് കേരളത്തിലെ 5.5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരെ മൊത്തത്തിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു മോഡേണൈസേഷൻ ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ HR ഫാക്കൽറ്റികൾ, അവരുടെ സർവീസ് മാറ്ററുകൾ ഇതെല്ലാം ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ HR ഫാക്കൽറ്റി ആയിട്ട് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നിയൊരു കാരണം ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നയിക്കാൻ നമ്മുടെ തലവന്മാർക്ക് പ്രാതിനിധ്യം കൊടുക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാറ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഞങ്ങളെ TOT ആണ്, ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനിങ് എന്ന TOT ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ വിവിധ തരങ്ങളായ മൃഗങ്ങളുടെ പടങ്ങൾ കാണിച്ചിട്ട് ഒരു നേതാവാണെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ നയിക്കണം. അത് ഒരു പടം കാണിച്ചിട്ട് ഒട്ടകത്തിൻ്റെ സ്വഭാവമുള്ളവരുണ്ട്, കുറുക്കൻ്റെ സ്വഭാവമുള്ളവർ, ചിലപ്പോൾ ചർച്ചയെ ആ കുറുക്കൻ്റെ സ്വഭാവത്തിലേക്ക് നയിച്ചു പോകും. ചിലർ കരടിയുടെ സ്വഭാവമുള്ള അലറുന്ന സ്വഭാവമുള്ളവരുണ്ട്. അതുപോലെ തന്നെ സൂത്രശാലികളായ ആൾക്കാരാണ് കുറുക്കൻ്റെ സ്വഭാവമെങ്കിൽ ചിലർക്ക് പമ്മിയിരിക്കുന്ന സ്വഭാവക്കാരായ ചില മൃഗങ്ങളുണ്ട്. അവരുടെ പടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മൃഗങ്ങളുടെ ഡിസ്കഷൻ്റെ ഒരു പടമൊക്കെ കാണിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള വിവിധ തരക്കാരായ മനുഷ്യരെ നമുക്ക് ഒരു നയിക്കേണ്ടി വരുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും അവരൊരു ടീം ലീഡറായിട്ട് നമ്മളൊരു പൊസിഷൻ ചെയ്യുന്നത് നയിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള നാനാവിധത്തിലുള്ള ആൾക്കാർ, ചിലത് ജിറാഫിൻ്റെ പടമാണെങ്കിൽ ജിറാഫ് ഇങ്ങനെ പൊങ്ങിയ തല, എപ്പോഴും എൻ്റെ തല പൊങ്ങിക്കാണണമെന്ന് ആഗ്രഹമുള്ളവരൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരാം. അല്ലെങ്കിൽ ഒരു ചർച്ചയെ വഴിതെറ്റിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവമുള്ളവർ ഒരു ചർച്ചയിൽ വരാം. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു ടീം ലീഡർ എന്നുള്ള നിലയിൽ ഒരാൾക്കൊരു കപ്പാസിറ്റി വേണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പടമൊക്കെ കാണിച്ചത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് യൂട്യൂബ് വഴി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. വിവിധ മൃഗങ്ങളുടെ പടം കാണിച്ചായിട്ട് ആണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് സിംഹമുണ്ട്. സിംഹം എന്ന് പറഞ്ഞാൽ ഗാംഭീര സ്വഭാവത്തോടെയും കടുവായിട്ട് കൂട്ടും മുരണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരെ ചിലപ്പോൾ നമുക്ക് ഡീലേറ്റ് വരും. അല്ലെങ്കിൽ ബ്ലാ 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 എന്ന് പറഞ്ഞ് എപ്പോഴും സംസാരിക്കുന്ന തവളയെപ്പോലുള്ള തവളയുടെ പടം കാണിച്ചിട്ട് തവളയെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പടത്തിൽ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നയിക്കുന്ന നേതാവ് ഇതെല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് മൃഗങ്ങളുടെ പടം വെച്ച് TOT ഞങ്ങൾക്ക് തന്ന് ഞങ്ങളിത് പോയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരായ ലീഡേഴ്സായിട്ടുള്ള തഹസീൽദാരന്മാർ, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു അന്ന് ട്രെയിനിങ്ങിന് വന്നുകൊണ്ടിരുന്നത്. ഒരു തഹസീൽദാരന്മാരുടെ ഒരു ഗ്രൂപ്പ് വരും, ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് വരും, പോലീസിൻ്റെ അവർക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് വരും. ഇങ്ങനെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടാണെന്ന് ക്ലാസ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് കിട്ടിയ ഒരു TOTയുടെ ഒരു അനുഭവമാണ്. അപ്പോൾ അത് പല മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നല്ല വെറും ഒരു ലെക്ചർ മെത്തേഡ് ആവാതെ, സംസാരിക്കുന്ന മാത്രമാവാതെ ചില കളികളിൽ കൂടെ, ഗെയിമുകളിൽ കൂടെ ഇവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മോഡേണൈസേഷൻ ഗവൺമെൻറ് പ്രോഗ്രാമിൽ TOTയിൽ ഒരു 10-50 പേരെയൊക്കെ എടുത്തതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു. അന്ന് ഈ TOTയിൽ പറഞ്ഞ ഒരുപാട് ആസ്പെക്റ്റുകളും ട്രെയിനിങ്ങും ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷേ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ലെക്ചർ മെത്തേഡ് ഒരിക്കലും ഉപകാരപ്രദമാകത്തിൽ ഒരാളുടെ മനസ്സിലേക്ക് കോൺക്രീറ്റ് ആയിട്ട് പലതും കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളികൾ, ഗെയിംസ്, കുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ കളികളിലെ കൂടെയാണ് മോഡേണൈസേഷൻ ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് അതിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു പടം ഞാനിവിടെ മുകളിൽ കാണിക്കുന്നു. അവർ കാണിച്ചത് മൃഗങ്ങളുടെ. അപ്പം ഇത്തരം ആൾക്കാരെയൊക്കെ